Hello, welcome to my channel. I'm Dr. Rajini Gopal. നടൻ ഫഗത് ഫാസിലിന് ADHD ആണെന്ന് ചില മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. അദ്ദേഹത്തിന്റെ ജീവൻ അപകടത്തിലാണെന്ന് പോലും ചില മാധ്യമങ്ങൾ പറഞ്ഞു വെച്ചു. ADHDയിൽ സ്പെഷ്യലൈസ് ചെയ്തതുകൊണ്ടും ധാരാളം റിസർച്ച് വർക്ക് ചെയ്തതുകൊണ്ടും എനിക്ക് ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കണമെന്ന് തോന്നി. എന്താണ് ADHD? അറ്റൻഷൻ ഡെഫിസിറ്റ് ഹൈപ്പർ ആക്ടിവിറ്റി ഡിസോർഡർ. അറ്റൻഷൻ ഡെഫിസിറ്റ് എന്ന് പറഞ്ഞാൽ ശ്രദ്ധക്കുറവ്. അപ്പോൾ അങ്ങനെയുള്ള കുട്ടികളിൽ ഇത് സാധാരണ കുട്ടികളിലാണ് കാണുന്നത്. അപ്പോൾ അവർക്ക് ഒരു 30 സെക്കൻഡ് പോലും അല്ലെങ്കിൽ ഒരു 1 മിനിറ്റ് പോലും അവർക്ക് ഒരു കാര്യത്തിനകത്തും ശ്രദ്ധിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ ഒരു ആക്ടിവിറ്റിയിൽ നിന്ന് അടുത്ത ആക്ടിവിറ്റിയിലേക്ക് ഇങ്ങനെ മാറിക്കൊണ്ടേയിരിക്കും. ഒരു കാര്യത്തിനകത്തും ശ്രദ്ധ ഉറപ്പിക്കാൻ പറ്റില്ല. ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നത് കൂടുതൽ ആക്റ്റീവ് ആവുക. അതായത് കുട്ടികൾക്ക് ഒരിടത്ത് പോലും ഇരിക്കാൻ പറ്റില്ല, അടങ്ങിയിരിക്കാൻ പറ്റില്ല. ഒരു മിനിറ്റ് പോലും അടങ്ങിയിരിക്കാൻ പറ്റാത്ത അവസ്ഥ. സോഫയിൽ നിന്ന് ചാടി മറിയുക, ഒരു സ്ഥലത്ത് നിന്ന് മറ്റേ സ്ഥലത്തേക്ക് പോവുക, അങ്ങനെ മൊത്തം റൂമിൽ പരിധി നടക്കുക. അതാണ്. അപ്പം മറ്റുള്ള കുട്ടികളിൽ നിന്നും കുറച്ചുകൂടെ വളരെ ആക്റ്റീവ് ആവുകയും അത് കുറച്ച് പ്രോബ്ലമാറ്റിക് ആണെന്ന് തോന്നുകയും ചെയ്യുകയാണെങ്കിൽ അത് നമ്മളെ ഹൈപ്പർ ആക്ടിവിറ്റി എന്ന് പറയുന്നു. അപ്പൊ ഈ രണ്ട് കാര്യങ്ങളും ഉണ്ടാവണം. ശ്രദ്ധക്കുറവുണ്ടാവണം, അതുപോലെ തന്നെ ആക്ടിവിറ്റി ലെവൽ വളരെ കൂടുതലുമായിരിക്കും. മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഇമ്പൾസിറ്റിവിറ്റിയാണ്. എന്ന് പറഞ്ഞാൽ ആലോചിക്കാതെ, അതായത് അനന്തര ഫലത്തെക്കുറിച്ച് ആലോചിക്കാതെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യുന്നതിനെയാണ് നമ്മൾ ഇമ്പൾസിവിറ്റി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ചിലപ്പോൾ മറ്റു കുട്ടികളെ പെട്ടെന്ന് ഒറ്റ തള്ളി മാറ്റുക, പുഷ് ചെയ്യുക, അവര് മുകളിൽ നിന്ന് താഴോട്ട് ജമ്പ് ചെയ്യുക, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യും. അപ്പോൾ മുകളിൽ നിന്ന് താഴോട്ട് ജമ്പ് ചെയ്താൽ കൈയൊടിയാം, കാലൊടിയാം, ഇതൊന്നും ആലോചിക്കില്ല. അപ്പോൾ അത് ജമ്പ് ചെയ്ത ശേഷം ചിലപ്പോൾ കൈയും കാലും ഒടിഞ്ഞ ശേഷമായിരിക്കും അവർക്ക് മനസ്സിലാക്കുക ഓക്കെ ജമ്പ് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ ആലോചനയില്ലാതെ പല കാര്യങ്ങളും ചെയ്യുന്നു. പിന്നെ അവർ വളരെ ഇമോഷണൽ ഒക്കെ ആയിരിക്കും. അങ്ങനെ പല സിംറ്റംസും ഉണ്ട്. കോർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഅറ്റൻഷനും ഹൈപ്പർ ആക്ടിവിറ്റിയും ഇമ്പൾസിവിറ്റിയുമാണ്. അപ്പോൾ സാധാരണ ഇത് ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് നോട്ട് ചെയ്യാൻ പറ്റും, ഇത് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ വളർന്നു വരുന്നതനുസരിച്ചിട്ട് അത് കൂടിക്കൊണ്ടേയിരിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളുടെ നാട്ടില് ഈ പേരൻസും അല്ലെങ്കിൽ അവരുടെ ഗ്രാൻഡ് പേരൻസും ഒക്കെ എന്താ പറയാന്ന് വെച്ചാൽ, പ്രത്യേകിച്ചും അതൊരു ആൺകുട്ടിയാണെങ്കിൽ പറയും ഓ ഇവരുടെ അച്ഛൻ അങ്ങനെയായിരുന്നു, അവന്റെ മുത്തച്ഛനും അങ്ങനെയായിരുന്നു, അപ്പൊ അതുകൊണ്ടാണ്, അതൊന്നും കുഴപ്പമില്ല, വളരുമ്പോൾ എല്ലാം ശരിയായിക്കോളും, സാധാരണ പോലെ ആയിരിക്കും, അതൊക്കെ വെറുതെ ആൺകുട്ടികളൊക്കെ അങ്ങനെയാണ് എന്നൊക്കെ ഉള്ള രീതിയിലായിരിക്കും പറഞ്ഞു വെക്കുക സാധാരണ. പക്ഷെ അത് തികച്ചും തെറ്റ് തന്നെയാണ്. അത് രോഗം മൂർച്ഛിക്കാനുള്ള കാരണമായിട്ട് വരാറുമുണ്ട്. പൊതുവെ നമുക്ക് ഒരു 2 ഇയേഴ്സ് തുടങ്ങിയൊക്കെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അത് കൂടി വരും. കൂടുതലും ഇത് ആൺകുട്ടികളിലാണ് കാണുന്നത്, പക്ഷെ പെൺകുട്ടികളിലും കാണാറുണ്ട്, പക്ഷെ കൂടുതലായിട്ടും ആൺകുട്ടികളാണ്. ഇപ്പൊ നമ്മളൊരു 100 കുട്ടികളെ എടുത്താൽ ഒരു 8-9 കുട്ടികൾക്ക് ADHD ഉണ്ടാകുന്നു എന്നതാണ് കണക്ക്. അപ്പോൾ ADHD ഉള്ള കുട്ടികൾക്ക് ഈ ഒരു പ്രോബ്ലം മാത്രം ആയിരിക്കില്ല. അപ്പൊ അവർക്ക് അക്കാഡമിക് പ്രോബ്ലംസും ഇഷ്യൂസ് വരാറുണ്ട്. കാരണം ശ്രദ്ധിക്കാൻ പറ്റാത്തത് കൊണ്ട് നാച്ചുറലി അത് അക്കാഡമിക്സിനെ അഫക്ട് ചെയ്യാറുണ്ട്. ചില കുട്ടികൾക്ക് ലേണിംഗ് ഡിസബിലിറ്റി തന്നെ വരാറുണ്ട്. ചിലവർക്ക് ബിഹേവിയറൽ പ്രോബ്ലംസ് വരും. മറ്റുള്ള കുട്ടികളെ തല്ലുക, ഉപദ്രവിക്കുക, പെട്ടെന്ന് ദേഷ്യം വരിക, അതുപോലെ വളരെ അനുസരണശീലം എന്ന് പറയുന്നത് വളരെ കുറവായിരിക്കും. അങ്ങനെയുള്ള പലതരത്തിലുള്ള നിർബന്ധ ബുദ്ധി, അങ്ങനെ പല സിംറ്റംസും കാണിക്കാറുണ്ട്. അപ്പോൾ നമ്മൾ അതിന് കാരണം എന്ന് പറയുന്നത് ബയോളജിക്ക് ഇതിനെ ഒരു ന്യൂറോ ഡെവലപ്മെന്റൽ ഡിസോർഡർ എന്നാണ് പറയുന്നത്. ഇതിന്റെ കാരണം എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും ഒന്നും നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല, ഇപ്പോഴും ശാസ്ത്രം മനസ്സിലാക്കിയിട്ടില്ല. എങ്കിൽ പോലും അതൊരു ബ്രെയിൻ റിലേറ്റഡ് ഡിസോർഡർ എന്നുള്ള രീതിയിൽ തന്നെയാണ് കൺസിഡർ ചെയ്യുന്നതും അതുപോലെ ട്രീറ്റ്മെന്റ് നടത്തുന്നതും. മെയിനായിട്ട് 2 തരത്തിലുള്ള ട്രീറ്റ്മെന്റ് ആണുള്ളത്. ഒന്ന് മെഡിസിൻ കൊടുക്കും, രണ്ടാമത് അവർക്ക് ബിഹേവിയർ തെറപ്പി പോലുള്ള ട്രീറ്റ്മെന്റ്സ് കൊടുക്കുക എന്നുള്ളതാണ്, സൈക്കോളജിക്കൽ ട്രീറ്റ്മെന്റ് ആണ്. ഇപ്പോൾ 2 തരത്തിലുള്ളത് കോമ്പിനേഷൻ ആണ് ഏറ്റവും കൂടുതൽ ഇഫക്റ്റീവായിട്ട് വരിക. നമ്മൾ ശരിയായി ചികിത്സിക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ റിക്കവർ ചെയ്തു പോകാമെന്ന ഒരു രോഗം മാത്രമാണ്. ഈ രോഗം ബാധിച്ചതുകൊണ്ട് ആരും മരിച്ചൊന്നും പോകില്ല. അപ്പോൾ അതാണ് മെയിനായിട്ട് എനിക്ക് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. ഇത് പൂർണ്ണമായിട്ടും ചികിത്സിച്ചാൽ ഭേദമാവുന്ന ഒരു കാര്യവുമാണ്. പക്ഷേ നമ്മളത് ചികിത്സിക്കാതിരിക്കുന്നു,
അതിന് വേണ്ട വിധത്തിൽ നോക്കാതെ ഇരിക്കുകയാണെങ്കിൽ ഈ കുട്ടി വളരുന്നതനുസരിച്ചിട്ട് ഈ സിംറ്റംസ് എല്ലാം അഡോളസൻസിലേക്കും അഡൽട്ട്ഹുഡിലേക്കും വരുന്നു. അപ്പോൾ അഡൽട്ട്ഹുഡിലാവുമ്പോഴത്തേക്കും ചിലപ്പോൾ അതിന്റെ സിംറ്റംസിന്റെ നേച്ചറൊക്കെ വ്യത്യാസമായിരിക്കും. കാരണം അവർക്ക് ഇരിക്കാനൊക്കെ പറ്റുമായിരിക്കും, പക്ഷെ മെയിനായിട്ട് ശ്രദ്ധിക്കാനുള്ള കഴിവാണ് അത് അഫക്ട് ചെയ്യുക ബേസിക്കലി. അപ്പോൾ അവർക്ക് ഒരു കാര്യങ്ങൾ ചെയ്യാനുള്ളത്, ഒരു ജോലിയിൽ ഫോക്കസ് ചെയ്ത് ജോലി ചെയ്യാനുള്ള ഒരു ബുദ്ധിമുട്ട്, അതിനകത്ത് ഇൻട്രസ്റ്റ് പെട്ടെന്ന് നഷ്ടപ്പെടുക, പെട്ടെന്ന് ഇമോഷണൽ ആവുക, ദേഷ്യപ്പെടുക, അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളാണ് മെയിനായിട്ട് അഡൽട്ട്ഹുഡിൽ കണ്ടുവരുന്നത്. അപ്പോൾ ഒരു 2-3% ADHD ചൈൽഡ്ഹുഡിൽ നിന്ന് അഡൽട്ട്ഹുഡിലേക്ക് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് റിസർച്ച് പേപ്പറുകൾ, സ്റ്റഡീസ് പറയുന്നുണ്ട്. ഇനി അഡൽട്ട്ഹുഡിലാണെങ്കിൽ പോലും അവർക്ക് മെയിനായിട്ട് ഈ ഒരു റെസ്റ്റ്ലെസ്നെസ്സും കോൺസെൻട്രേഷൻ പ്രോബ്ലം, ഇതുപോലെ ആലോചിക്കാതെ എടുത്തു ചാടുക, പറയുക, വഴക്കുണ്ടാക്കുക, ട്രാഫിക് റൂൾ തെറ്റിക്കുക. കാരണം അവർക്ക് ഒരു കാര്യത്തിനകത്ത് വെയിറ്റ് ചെയ്തൊന്നും ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ ക്യൂവിലാണെങ്കിൽ അതിൻ്റെ അനുസരിച്ച് ലൈനിലൊന്നും നിൽക്കാൻ പറ്റില്ല, പെട്ടെന്ന് മുന്നിലോട്ട് വരിക, വഴക്കുണ്ടാക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അവർക്ക് ഉണ്ടാവാം. അപ്പോൾ അതുകൊണ്ട് അത് ലൈഫിനെ അത് അഫക്റ്റും ചെയ്യുന്നുണ്ട്. പിന്നെ പല കുട്ടികളും ഈ കോൺസെൻട്രേഷൻ പ്രോബ്ലം ഒക്കെ ഉള്ളത് കൊണ്ട് അഡൽട്ട്ഹുഡിലേക്ക് വരുമ്പോൾ ശരിയായ എഡ്യൂക്കേഷൻ ഒന്നും ലഭിക്കണം ഇല്ല. അപ്പോൾ അവർക്ക് വർക്ക് ചെയ്യാന്ന് പറയുന്നതും ഒക്കെ ബുദ്ധിമുട്ടുമായിരിക്കും. ശരിയായ എഡ്യൂക്കേഷൻ ലഭിക്കാത്തതുകൊണ്ട് ശരിയായിട്ടുള്ള ജോലിയും കിട്ടണമെന്നില്ല. അത് തന്നെ അല്ലെങ്കിൽ തന്നെ അത് ശരിയായ രീതിയിൽ പെർഫോം ചെയ്യാനും പറ്റണമെന്നില്ല. അപ്പോൾ പല മൂഡ് ചേഞ്ചസും ആങ്സൈറ്റിയും എല്ലാം അതിന്റെ ഭാഗങ്ങളായിട്ടൊക്കെ കണ്ടുവരാറുണ്ട്. പക്ഷെ എന്നാലും അതിനങ്ങനെ ജീവൻ മരണ പ്രശ്നമൊന്നുമല്ല. കാരണം ആരുടെയും ജീവൻ പോകാനൊന്നും പോകുന്നില്ല. ഈ രോഗം ബാധിച്ചുകൊണ്ട് ജീവൻ നഷ്ടപ്പെടുകയൊന്നുമില്ല. ട്രീറ്റ്മെന്റ് സെയിം തന്നെയാണ്. മെഡിക്കൽ മാനേജ്മെന്റും സൈക്കോളജിക്കൽ തെറപ്പിയും തന്നെയാണ് ഇതിനകത്ത് ഉപയോഗിക്കുന്നത്. അത് നമ്മൾ ശരിയാവണ്ണം ട്രീറ്റ്മെന്റ് നടത്തുകയാണെങ്കിൽ റിക്കവർ ചെയ്ത് പോകാവുന്ന കാര്യമേ ഉള്ളൂ. പിന്നെ ചില പെർസെൻറ്റേജ് ആളുകൾ മദ്യപാനം, മയക്കുമരുന്ന് ഉപയോഗം, ക്രിമിനൽ ആക്ടിവിറ്റീസിലൊക്കെ ഏർപ്പെടുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. പക്ഷെ അതൊരു ചെറിയ ഭാഗം മാത്രമാണ്. ADHD ഉള്ള എല്ലാവർക്കും അങ്ങനെ പ്രശ്നമൊന്നും ഉണ്ടാവണമെന്നില്ല. പിന്നെ നമ്മളിത് മെയിനായിട്ട് ട്രീറ്റ്മെന്റ് നടത്തി ശരിയായ വണ്ണം ഒരു ലോങ് ടേം ട്രീറ്റ്മെന്റ് എല്ലാം നടത്തി കഴിയുമ്പോൾ മാറാവുന്നതേ ഉള്ളൂ. ഇനി ഈ ഗൂഗിളും അതുപോലെ മാധ്യമങ്ങളെല്ലാം പറഞ്ഞത് കേട്ട് പേടിച്ച് ആരും ഇരിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ഇതുപോലത്തെ സിംറ്റംസ് ഉണ്ടെങ്കിൽ, ശ്രദ്ധക്കുറവ്, ഒന്നും റെസ്റ്റ്ലെസ്നെസ് ഉണ്ടാവുക, ഒരിടത്ത് അടങ്ങിയിരിക്കാൻ പറ്റുന്നില്ല, പെട്ടെന്ന് മൂഡ് ഫ്ലക്ച്വേഷൻ വരുന്നു, കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു സൈക്കാട്രിസ്റ്റിനെയോ RCA ലൈസൻസ് ഉള്ള ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയോ കാണുക. കാരണം ശരിയായ ഡയഗ്നോസിസ് ആണ് ഇമ്പോർട്ടൻ്റ്. കാരണം ഈ ലക്ഷണങ്ങളെല്ലാം വേറെ പല രോഗങ്ങളുടെയും ലക്ഷണങ്ങളാണ്. അപ്പൊ അതുകൊണ്ട് ശ്രദ്ധക്കുറവുള്ളത് കൊണ്ട് അത് നിങ്ങൾക്ക് ADHD ആണെന്നൊന്നും കൺക്ലൂഡ് ചെയ്യേണ്ട കാര്യമില്ല. അപ്പൊ ശരിയായ രീതിയിൽ ഡയഗ്നോസിസ് ചെയ്യുക, ക്ലാരിഫിക്കേഷൻ വരുത്തുക, എന്നിട്ട് അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റ് നടത്തുക. ഒരു പരിധിവരേക്ക് തീർച്ചയായിട്ടും റിക്കവർ ചെയ്ത് പോകാവുന്ന ഒരു അസുഖം മാത്രമാണ്. ഇതാണ് എനിക്ക് നിങ്ങളോട് ഇന്ന് പറയാനുള്ളത്. അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. പ്ലീസ് സബ്സ്ക്രൈബ് ടു മൈ ചാനൽ. ഡോണ്ട് ഫോർഗെറ്റ് ദാറ്റ് ആൻഡ് സീ യു അഗെയിൻ. ബൈ.